ഹായ് ഓൾ, മൈസെൽഫ് സഫ്വാൻ, കേരള ഹിസ്റ്ററി കൾച്ചറിൻ്റെ ഫാക്കൽറ്റിയാണ്. KS എക്സാമിനേഷന് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന ആസ്പിറൻസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം മ്യൂസിയത്താണ്. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് മ്യൂസിയം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ: ഏത് മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുള്ളത്? എൻ്റെ ആ ഒരു ചോദ്യത്തിൽ തന്നെ അതിനുള്ളൊരു ക്ലൂ കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ടോപ്പിക്കിനെ ഫാക്ച്വലി മനസ്സിലാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ കോൺസെപ്ച്വലി അറിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങൾ കേരള ഹിസ്റ്ററി മാത്രമായിട്ട് പഠിക്കരുത്. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളമായിട്ട് നിങ്ങൾക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മച്ച് മോർ ഗ്രേറ്റർ. കാരണം കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്ന പല പൊളിറ്റിക്കൽ ഇവൻസിന്റെ കൂടെ തന്നെയാണ് കൾച്ചറിന്റെ ടോപ്പിക്സും വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ആർക്കിടെക്ചർ, അത് കേരള ഹിസ്റ്ററിയുടെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളയിലും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളൊരു KS ആസ്പിറന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് കേരള ഹിസ്റ്ററി കൾച്ചർ പ്രിലിംസിന് മാത്രം 20 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മെയിൻസിനും അതിന് ഇക്വലന്റ് ആയിട്ടുള്ള റെലവൻസും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വളരെ കോൺസെപ്ച്വലി സാധാരണ PSC സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിക്കുന്ന പോലെ വെറും ഫാക്ച്വൽ ലേണിംഗ് മതിയാകില്ല എന്നുള്ളത് റീസെൻ്റായി നടക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസ്, അതുപോലെ കഴിഞ്ഞ KS എക്സാമിനേഷൻ എല്ലാം നമുക്ക് മാതൃകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് കോൺസെപ്ച്വലി ഈ സബ്ജക്റ്റുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. KS പരീക്ഷയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, പ്രിലിംസിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് തന്നെയാണ് മെയിൻസിലുള്ളത്. പക്ഷേ മെയിൻസിൽ വരുന്ന സമയത്ത് നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള ലേണിംഗ് മതിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ കോൺസെപ്ച്വലി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്. പഠിക്കേണ്ട ഒരു ഡിഫറെൻറ്റ് ടോണ് തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ കേരള ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് നമുക്ക് പ്രീ ഇൻഡിപെൻഡൻസ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് കാണാൻ വേണ്ടി പറ്റും, നാഷണൽ മൂവ്മെന്റ് കാണാൻ വേണ്ടി പറ്റും, ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് കാണാൻ പറ്റും. കൾച്ചറോട്ട് വരുന്ന സമയത്ത് അതിൽ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കേരള സൊസൈറ്റി, ആർട്ട്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ്, ഇങ്ങനത്തെ പോർഷൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ പോർഷൻസ് വളരെ കൃത്യതയോടെ എക്സാമിനേഷൻ്റെ പ്രിലിംസ് പെർസ്പെക്റ്റിലും മെയിൻസ് പെർസ്പെക്റ്റിലും വേണം നമ്മൾ പഠിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കേരള ഹിസ്റ്ററി കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ഇത് മാത്രം പഠിച്ചാൽ പോരാ, കേരള ഇക്കണോമിയും കേരള ജോഗ്രഫിയും കേരള മൊഡ്യൂൾസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിൽ നിന്നുള്ള ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ഈ കേരള മൊഡ്യൂൾസിന്റെ മാത്രമായിട്ടുള്ള ഒരു ലൈവ് ക്ലാസ്സസും അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കോഴ്സ് എമിനന്റ് PSC ഏപ്രിൽ 2-ാം തീയതിയിൽ ആരംഭിക്കുന്നുണ്ട്, KS ബ്രിഡ്ജ് കോഴ്സ്. സോ നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടും.